തിരുവനന്തപുരത്ത് 13 വയസ്സുകാരിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച ഗുണ്ട അറസ്റ്റിലായിരിക്കുന്നു. വിഷ്ണു കരുണാകരൻ വിവരം നൽകുന്നു. ഏത് ഗുണ്ടയാണ് അറസ്റ്റിലായിരിക്കുന്നത്? എന്താണ് സംഭവം? ബനേഷ്, തിരുവനന്തപുരത്ത് 13 വയസ്സുകാരിയെ നിരന്തരമായി മയക്കുമരുന്ന് കലർന്ന മിഠായി നൽകിക്കൊണ്ടാണ് പ്രതി പീഡിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിയുടെ പേരിൽ നിരവധി കേസുകളുണ്ട്. അടിപിടി കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി ജയിൽ ശിക്ഷ നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് ജയിലിൽ നിന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് പുറത്തിറങ്ങിയ പ്രതിയാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ വീട്ടിന്റെ പരിസരത്ത് അടുത്ത് താമസിക്കുന്ന ആളാണ് ഇയാള്. തിരുവനന്തപുരം പൂജപ്പുര പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. ഗുണ്ട ലിസ്റ്റിലുള്ള മുഹമ്മദ് റിയാസ് ആണ് ഇപ്പോൾ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചിരിക്കുന്നതായുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. മിഠായി നൽകി പെൺകുട്ടിയെ പല തവണ പീഡിപ്പിച്ചതായാണ് വിവരം. മിഠായി കിട്ടാത്ത സമയത്ത് ഈ കുട്ടി മാനസികാവസ്ഥ വല്ലാത്ത മോശമാവുന്ന സാഹചര്യത്തിൽ വീട്ടുകാർക്ക് ഇതിൽ സംശയമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് വിശദമായ അന്വേഷണം നടത്തി. കുട്ടിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ് വിവിധ സമയങ്ങളിലായി പീഡനം നടന്നുവെന്ന്. കുട്ടിയുടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രതിയെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചത്. പ്രതിയെ പിടികൂടുന്നതിനിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഏതായാലും പോലീസ് പ്രതിയെ കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതിൽ പോക്സോ കേസ് വരുന്നു, മയക്കുമരുന്ന് കേസ് വരുന്നു, പീഡന കേസ് വരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. കാപ്പ കേസിലെ പ്രതിയാണ്. അതിനുശേഷം അതേ ജില്ലയിൽ തന്നെ വന്നു എന്നുള്ളതാണോ, അതോ ജില്ലയിൽ നിന്നുള്ള നാടുകടത്തൽ ഉണ്ടായിരുന്നോ? അതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ഇപ്പോഴാണല്ലോ ഈ വാർത്ത പുറത്തു വന്നതല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും ഇയാള് കാപ്പ കേസ് പ്രതിയാണ്. ഇയാള് 2 മാസം മുമ്പ് ശിക്ഷ അനുഭവിച്ച് വന്നതാണ്. 19 വയസ്സുള്ള ആളാണ് ഈ പ്രതി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രതിക്കെതിരെ മറ്റു നടപടികൾ എങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വിവരമില്ല. ഏതായാലും നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടിയെ പരിചയപ്പെടുകയും മിഠായി നൽകി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ചെയ്തത്.